Good morning students. +1 കെമിസ്ട്രിയിലെ ഹൈഡ്രജൻ എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ഓഫ് ഡൈഹൈഡ്രജൻ ആണ്. കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഹൈഡ്രേറ്റ്സ്, ഹാർഡ് വാട്ടർ ആൻഡ് സോഫ്റ്റ് വാട്ടർ, സ്റ്റോറേജ് ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് ഇനി ഹൈഡ്രജൻ എന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇപ്പോൾ ഓരോ പോർഷൻസ് ആയിട്ട് നമുക്ക് നോക്കി വരാം. ഹൈഡ്രേറ്റ്സ് എന്താണ്? ഹൈഡ്രേറ്റ്സ് അത് നോബിൾ ഗ്യാസസ് ഒഴികെയുള്ള ഓൾമോസ്റ്റ് എല്ലാ എലമെൻസും ഒരു സ്യൂട്ടബിൾ കണ്ടീഷൻ ആണെന്നുണ്ട്, ഒരു സ്യൂട്ടബിൾ കണ്ടീഷനിൽ കോമ്പൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് ആ ബൈനറി കോമ്പൗണ്ടിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഹൈഡ്രേറ്റ്സ് എന്ന് നമുക്ക് പറയാം. ദ ബൈനറി കോമ്പൗണ്ട് ഓഫ് ഹൈഡ്രജൻ വിത്ത് അതർ എലമെൻറ്റ്സ് ആർ കോൾഡ് ഹൈഡ്രേറ്റ്സ്. EHX ഓർ EMHN എന്നിങ്ങനെയാണ് ഹൈഡ്രേറ്റ്സുകളെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇതിൽ E എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഓഫ് ആൻ എലമെൻറ്റ്. E എന്നുള്ളത് സിമ്പിൾ ഓഫ് ആൻ എലമെൻ്റ് ആണ്. നമുക്ക് ഫോർ എക്സാമ്പിൾ MgH2, B2H6 എന്നൊക്കെ നമുക്ക് പറയാം. ഹൈഡ്രേറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 കാറ്റഗറീസ്: അയണിക് ഹൈഡ്രേറ്റ്, കോവാലന്റ് ഹൈഡ്രേറ്റ് ആൻഡ് മെറ്റാലിക് ഹൈഡ്രേറ്റ്. ഓരോന്നും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് അയണിക് ഹൈഡ്രേറ്റ്. അയണിക് ഹൈഡ്രേറ്റ് തന്നെ മറ്റു രണ്ട് പേരുകളിൽ കൂടി അറിയപ്പെടുന്നുണ്ട്: സാലൈൻ ഹൈഡ്രേറ്റ് ഓർ സാൾട്ട് ലൈക്ക് ഹൈഡ്രേറ്റ്. അപ്പോൾ അയണിക് ഹൈഡ്രേറ്റ് തന്നെയാണ് മറ്റു രണ്ട് പേരുകളിൽ കൂടി അറിയപ്പെടുന്നത്: സാലൈൻ ഹൈഡ്രേറ്റ് ആൻഡ് സാൾട്ട് ലൈക്ക് ഹൈഡ്രേറ്റ്. ഞാനിവിടെ ഓരോ ടോപ്പിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനോടൊപ്പം ഇതിൻ്റെ നോട്ട് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോട്ട് എഴുതിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ നോട്ട് തന്നെ നിങ്ങൾക്ക് എക്സാം പ്രിപ്പറേഷനായിട്ടും എക്സാമിന് എഴുതാനും ഒക്കെ നിങ്ങൾക്ക് ഈ നോട്ട് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഒന്ന് നോട്ട് ആവശ്യമുള്ളവർ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് നിർത്തിയിട്ട് നോട്ട് എഴുതിയെടുത്തോളൂ കേട്ടോ. ഇത് പോയിൻറ്റ്സ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചാൽ അയണിക് ഹൈഡ്രേറ്റ് ആണെന്നുണ്ടെങ്കിലും കോവാലന്റ് ഹൈഡ്രേറ്റ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ മെറ്റാലിക് ഹൈഡ്രേറ്റ് ആണെന്നുണ്ടെങ്കിലും പോയിൻറ്റ്സ് ആയിട്ട് പഠിച്ചു വെച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അയണിക് ഹൈഡ്രേറ്റ് ആണ്. അയണിക് ഹൈഡ്രേറ്റ് അത് ഹൈഡ്രജനുമായിട്ട് ചേർന്നിട്ട് അയണിക് ഹൈഡ്രേറ്റ് ഫോം ചെയ്ത S ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. അപ്പോൾ S ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ് അയണിക് ഹൈഡ്രേറ്റ് ഫോം ചെയ്യുന്നത്. അതേപോലെ തന്നെ ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടറാണ്. അതായത് ഈ അയണിക് കോമ്പൗണ്ടിന് അല്ലെങ്കിൽ അയണിക് ഹൈഡ്രേറ്റ്സിന് ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടറാണ് ഉള്ളത്. ദ അയണിക് ഹൈഡ്രേറ്റ്സ് ആർ ക്രിസ്റ്റലൈൻ, നോൺ വോൾട്ടൈൽ ആൻഡ് നോൺ കണ്ടക്റ്റിംഗ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റിൽ അത് ക്രിസ്റ്റലൈൻ നേച്ചർ കാണിക്കുന്നു, നോൺ വോൾട്ടൈൽ ആണ്, നോൺ കണ്ടക്റ്റിംഗ് ആണ്. ബട്ട് മോൾട്ടൈൽ സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ കണ്ടക്ട് ഇലക്ട്രിസിറ്റി അത് കണ്ടക്ട് ചെയ്യിക്കുന്നു. അപ്പോൾ അയണിക് ഹൈഡ്രേറ്റ് അഥവാ സാലൈൻ ഹൈഡ്രേറ്റ്സിൻ്റെ എക്സാമ്പിൾ നമുക്ക് NaH, KH, LaH ഒക്കെ നമുക്ക് എക്സാമ്പിൾ ആക്കിയിട്ട് എടുക്കാവുന്നതാണ്. മോൾട്ടൈൽ സ്റ്റേറ്റിൽ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ. അതായത് ഇലക്ട്രോലൈസിസ് നടത്തുന്ന സമയത്ത് ആനോഡിൽ ഹൈഡ്രജനെ ലിബറേറ്റ് ചെയ്യുകയും ഇത് ഹൈഡ്രജൻ അയേൺസിൻ്റെ പ്രസൻസ് കാണിക്കുകയും ചെയ്യുന്നു. അതായത് മോൾട്ടൺ സ്റ്റേറ്റിൽ ഹൈഡ്രജൻ മെൽറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ അത് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് 2 ഇലക്ട്രോണിനെ അതെന്ത് ഡൊണേറ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു? ഹൈഡ്രജൻ അയേൺസ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ ഇലക്ട്രോലൈസിസ് നടത്തുന്ന സമയത്ത് ആനോഡിൽ ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യുകയും അത് ഹൈഡ്രജൻ അയേൺസിൻ്റെ പ്രസൻസ് അവിടെ കാണിക്കുകയും ചെയ്യുന്നു. അടുത്ത കോവാലന്റ് ഹൈഡ്രേറ്റ്. കോവാലന്റ് ഹൈഡ്രേറ്റ് ഉണ്ടാക്കുന്ന P ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ് ഹൈഡ്രജനുമായി ചേർന്ന് കോവാലന്റ് ഹൈഡ്രേറ്റ് ഉണ്ടാക്കുന്നത്. എക്സാമ്പിൾ CH4, NH3, H2O. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആ ലൂയിസ് സ്ട്രക്ചർ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന ബോണ്ട് ഇതിനെ ബേസ് ചെയ്തിട്ട് കോവാലന്റ് ഹൈഡ്രേറ്റിനെ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ഇലക്ട്രോൺ ഡെഫിഷ്യൻ ഹൈഡ്രേറ്റ്, ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രേറ്റ് ആൻഡ് ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രേറ്റ്. ആദ്യത്തേത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ അപര്യാപ്തത, എന്തെങ്കിലും ഒരു കുറവുണ്ടായിരിക്കുക അല്ലേ. ഇപ്പോൾ പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ലൂയിസ് സ്ട്രക്ചറിൽ റൈറ്റ് ചെയ്യാനുള്ള ഇലക്ട്രോൺ തികയാത്ത ഹൈഡ്രേറ്റ്സ് ആണ് ഇത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ ഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് BH3 എടുക്കാം. ബിയുടെ അറ്റോമിക് നമ്പർ 5 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 2, 3 എന്ന് നമുക്ക് എഴുതാം. ഇപ്പോൾ ഇവിടെ 3 ഹൈഡ്രജനാണ് ഉള്ളത്. ഇപ്പോൾ ബിയുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ളത് 3 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ നമ്മൾ 3 ഡോട്ട് 2 കൊടുത്തു. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഹൈഡ്രജൻ ഉണ്ട്. ആ 3 ഹൈഡ്രജനെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു സ്ട്രക്ചറാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2, 4, 6 ഇലക്ട്രോണേ ഉള്ളൂ. ഒക്റ്ററ്റ് ആവാൻ എത്ര വേണം? 2 എണ്ണം കൂടി വേണം. അപ്പോൾ ഇതുപോലെ ഒക്റ്ററ്റ് ആവാനായിട്ട് 8 ഇലക്ട്രോൺ വേണം അല്ലേ. അപ്പോൾ ഈ 8 ഇലക്ട്രോൺ
ഇലക്ട്രോൺ തികയാത്ത, അവിടെ ഒരു ഡെഫിഷ്യൻസി വരും, അതായത് ഒരു ഡെഫിഷ്യൻ്റ് ആവാതെ കുറവ് സംഭവിക്കാം. അപ്പോൾ ഇത്തരം ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രൂപ്പ് 13 എലമെൻറ്റ്സ് ആണ് ഇത്തരത്തിലുള്ള ഒരു ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. എലമെൻറ്റ്സ് എല്ലാം തന്നെ എന്താ ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സ് ആണ് അല്ലേ. അത് 2 ഇലക്ട്രോൺ വേണം, ആ 2 ഇലക്ട്രോൺ ഇവർ എന്താണ് ചെയ്യുക, സ്വീകരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇവരെ നമുക്ക് എന്തെന്ന് പറയാം, ലൂയിസ് ആസിഡ്സ് എന്ന് പറയാം. ലൂയിസ് ആസിഡ്സ് എന്ന് പറയാം. എന്താണ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രേറ്റ്? നമുക്ക് ഇങ്ങനെ എഴുതാം: മോളിക്കുലാർ ഹൈഡ്രേറ്റ്സ് ഇൻ വിച്ച് സെൻട്രൽ ആറ്റം does not have octet are called electron deficient hydrate. എക്സാമ്പിൾ ഡൈബ്രൈൻ, B2H6 ഡൈബ്രൈൻ എക്സാമ്പിൾ ആയിട്ട് എഴുതാം. അടുത്തത് ഇലക്ട്രോൺ പ്രിസൈസ്. ഇലക്ട്രോൺ പ്രിസൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂയിസ് സ്ട്രക്ചറിൽ റൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഇതിനെയാണ് നമ്മൾ എന്താ പറയുക ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ മീഥേൻ CH4. ഇപ്പോൾ കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണ്. ഇപ്പോൾ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെ എഴുതാം 2,4 എന്ന് എഴുതാം. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4 ഹൈഡ്രജൻ ഉണ്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ ലൂയിസ് സ്ട്രക്ചർ വരയ്ക്കുന്ന സമയത്ത് കാർബണിൻ്റെ ഔട്ടർ മോസ്റ്റിൽ 4 ഇലക്ട്രോൺ ആണുള്ളത്. നമ്മൾ ആ 4 ഇലക്ട്രോൺ കാർബണിന് ചുറ്റും കൊടുത്തു. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4 ഹൈഡ്രജൻ അല്ലേ. 4 ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഇവിടെ 4 എണ്ണാണുള്ളത്, 4 ആണുള്ളത്. ആ ഹൈഡ്രജന് നമ്മൾ ഇതിന് ചുറ്റും കൊടുത്തു. അപ്പോൾ ഇവിടെ നോക്കുക, ടോട്ടൽ എത്ര ഇലക്ട്രോൺ ആയി? 8 ഇലക്ട്രോൺ ആയി അല്ലേ. അപ്പോൾ ഇവിടെ ഒക്ടറ്റ് ആവാൻ എത്ര ഇലക്ട്രോൺ ആണ് വേണ്ടത്? 8 ഇലക്ട്രോൺ ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഒക്ടറ്റ് ആവുന്നത് അല്ലെങ്കിൽ ലൂയിസ് സ്ട്രക്ചറിൽ നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോൺ പ്രിസൈസ് അല്ലെ ഇലക്ട്രോൺ പ്രിസൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഗ്രൂപ്പ് 14 എലമെൻറ്റ്സ് ആണ് ഇത്തരം കോമ്പൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇലക്ട്രോൺ പ്രിസൈസ് എന്താണെന്ന് എഴുതാം: ദോസ് ഹൈഡ്രേറ്റ്സ് ഇൻ വിച്ച് ദ സെൻട്രൽ ആറ്റം ഹാസ് ഇറ്റ്സ് ഒക്ടറ്റ് കംപ്ലീറ്റ്. ഇപ്പോൾ എക്സാമ്പിൾ മീഥേൻ. ഹൈഡ്രേറ്റ്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് കാറ്റഗറിയാണ് കോവാലൻ ഹൈഡ്രേറ്റ്സ്. എക്സാമിന് കൂടുതലായി ചോദിച്ചു കണ്ടിട്ടുള്ളതും കോവാലൻ ഹൈഡ്രേറ്റ്സ് തന്നെയാണ്. അപ്പോൾ കോവാലൻ ഹൈഡ്രേറ്റ്സിന് ആ 3 ടൈപ്സ് ഹൈഡ്രേറ്റ്സ് നന്നായിട്ട് പഠിച്ചു വെക്കുക. അതായത് ആ 3 ടൈപ്സ് ഹൈഡ്രേറ്റ്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കൂടുതലായിട്ടൊന്നും പഠിക്കേണ്ട. എന്താണ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രേറ്റ്, ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രേറ്റ് ആൻഡ് ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രേറ്റ് എന്ന് പഠിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ അതിനായിട്ട് ഓരോ എക്സാമ്പിളും പഠിച്ചു വെക്കുക. ഇത്രയും മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാത്തത്. അപ്പോൾ എന്താണ് ആ കോവാലൻ ഹൈഡ്രേറ്റ് എന്ന് പഠിക്കുക. ആ 3 ടൈപ്സ്, അത് ആ 3 കാറ്റഗറിയിൽ വരുന്ന ആ ഹൈഡ്രേറ്റ് അത് എന്താണെന്ന് പഠിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഡെഫിഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ ലൂയിസ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തതാണ് ഡെഫിഷ്യൻ്റ് എന്ന് പഠിക്കുക. എക്സാമ്പിൾ പഠിക്കുക, ഡൈബ്രൈൻ എക്സാമ്പിൾ പഠിക്കുക. ഇനി ഇലക്ട്രോൺ പ്രിസൈസ് ആണെങ്കിൽ എന്താണ് ലൂയിസ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇലക്ട്രോൺ പ്രിസൈസ് എന്നുള്ളത്. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾ പഠിക്കുക. അപ്പോൾ ഇങ്ങനെ വളരെ ചുരുക്കിയിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അടുത്തത് ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രേറ്റ്സ്. ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ റിച്ച് ആയിരിക്കുക, അതായത് ആവശ്യത്തിൽ കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കുക. ലൂയിസ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ, ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ, അതായത് ഒക്ടറ്റ് ആവാൻ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കുക. അത്തരം ഹൈഡ്രേറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത് ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ NH3 നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7 ആണ്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് 2,5 എന്ന് എഴുതാം. അപ്പോൾ ഔട്ടർ മോസ്റ്റിൽ 5 ഇലക്ട്രോൺ ആണുള്ളത്. നമ്മൾ ലൂയിസ് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ നൈട്രജന് ചുറ്റും 5 ഇലക്ട്രോൺ കൊടുക്കുന്നു. ഇവിടെ 3 ഹൈഡ്രജൻ ഉള്ളത്, ആ ഹൈഡ്രജൻ ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് 1 ലോൺ പെയർ കിട്ടുന്നു. അപ്പോൾ ഇതുപോലെ എക്സസ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ടാവുക, അതായത് ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടുതലായിരിക്കുക. അത്തരം ഹൈഡ്രേറ്റ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റിച്ച് ഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അനന്തര എക്സാമ്പിൾ ആയിട്ട് നമുക്ക് H2O വാട്ടർ പറയാം, HF പറയാം. അപ്പോൾ NH3 1 ലോൺ പെയർ, H2O 2 ലോൺ പെയർ, HF 3 ലോൺ പെയർ. അടുത്ത് മെറ്റാലിക് ഹൈഡ്രേറ്റ്. D ബ്ലോക്കിലെയും F ബ്ലോക്കിലെയും എലമെൻറ്റ്സ് ചേർന്നാണ് മെറ്റാലിക് ഹൈഡ്രേറ്റുകൾ ഉണ്ടാകുന്നത്. ഇവിടെ ഗ്രൂപ്പ് 7, ഗ്രൂപ്പ് 8, ഗ്രൂപ്പ് 9 എലമെൻറ്റ്സ് മെറ്റാലിക് ഹൈഡ്രേറ്റ് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇവിടെ D ബ്ലോക്കിലെയും F ബ്ലോക്കിലെയും, D ബ്ലോക്ക് ആൻഡ് F ബ്ലോക്ക് എന്ന് പറയുമ്പോൾ D ബ്ലോക്ക് എന്ന് പറയുമ്പോൾ 3 to 12 ഗ്രൂപ്പാണ് D ബ്ലോക്ക് എന്ന് നമുക്കറിയാം. ഇതിൽ തന്നെ 7, 8, 9 ഗ്രൂപ്പ്സ് എന്ത് ചെയ്യുന്നില്ല, മെറ്റാലിക് ഹൈഡ്രേറ്റ്സിനെ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ 7 to 9 ഗ്രൂപ്പിനെ ഹൈഡ്രേറ്റ് ഗ്യാപ്പ് എന്ന് പറയുന്നു. അപ്പോൾ 7 to 9 ഗ്രൂപ്പിനെ പറയുന്നതാണ് ഹൈഡ്രേറ്റ് ഗ്യാപ്പ്. അതായത് ഇവിടെ ഹൈഡ്രേറ്റ്സ് ഫോം ചെയ്യുന്നില്ല, ഹൈഡ്രേറ്റ്സ് ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവ എന്ത് പറഞ്ഞു, ഹൈഡ്രേറ്റ് ഗ്യാപ്പ് എന്ന് പറയുന്നു. ഇനി ഗ്രൂപ്പ് 6 ക്രോമിയം മാത്രമേ മെറ്റാലിക് ഹൈഡ്രേറ്റ് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഗ്രൂപ്പ് 6 ക്രോമിയം മാത്രമേ മെറ്റാലിക് ഹൈഡ്രേറ്റ് ഉണ്ടാക്കുന്നുള്ളൂ. അടുത്തൊരു പോയിന്റ് നമുക്ക് പറയാം, മോസ്റ്റ് മെറ്റാലിക് ഹൈഡ്രേറ്റ്സ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. അതുപോലെ കണ്ടക്ടിവിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ.
അതേപോലെ തന്നെ മെറ്റാലിക് ഹൈഡ്രേറ്റ്സ് നോൺ സ്റ്റോഷ്യോമെട്രിക് ആണ്. നോൺ സ്റ്റോഷ്യോമെട്രിക് എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷൻ അവയ്ക്ക് ഉണ്ടായിരിക്കില്ല, ഒരു കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷൻ, ഒരു ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ഉണ്ടായിരിക്കില്ല. എപ്പോഴും അതിൻ്റെ റേഷ്യോ പോയിൻ്റ് വൈസ് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ മെറ്റാലിക് ഹൈഡ്രേറ്റ്സ് നോൺ സ്റ്റോഷ്യോമെട്രിക് ആണ്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഹാർഡ് വാട്ടർ ആൻഡ് സോഫ്റ്റ് വാട്ടർ ആണ്. ഹാർഡ് വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പ് പതയാത്ത ജലം. സോപ്പ് പതയാത്ത വാട്ടറിനെയാണ് നമ്മൾ എന്ത് പറയുക, ഹാർഡ് വാട്ടർ അഥവാ കഠിന ജലം എന്ന് പറയുന്നത്. അപ്പോൾ സോപ്പ് പതയാത്തത് ഹാർഡ് വാട്ടറും സോപ്പ് നന്നായി പതയുന്നത് സോഫ്റ്റ് വാട്ടറുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഹാർഡ് വാട്ടർ എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ എഴുതാം. വാട്ടർ വിച്ച് ഡസ് നോട്ട് ഈസിലി ഫോം ലാദർ വിത്ത് സോപ്പ് ഈസ് കോൾഡ് ഹാർഡ് വാട്ടർ. അതാണ് നമുക്ക് എന്തെന്ന് പറയുന്നത്, ഹാർഡ് വാട്ടർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസിലി ഫോം ലാദർ വിത്ത് സോപ്പ്, സോഫ്റ്റ് വാട്ടർ. വാട്ടറിൻ്റെ ഹാർഡ്നെസ്സിനുള്ള കാരണം എന്താ നമുക്ക് നോക്കാം. അതായത് ഹൈഡ്രജൻ കാർബണേറ്റ്, ക്ലോറൈഡ്, സൾഫേറ്റ് എന്നിവയുടെ രൂപത്തിലുള്ള കാൽഷ്യത്തിൻ്റെയും മാഗ്നീഷ്യത്തിൻ്റെയും സോൾട്ടിൻ്റെ പ്രസൻസാണ് വാട്ടറിനെ ഹാർഡാക്കി മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിച്ചു വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഹാർഡ് വാട്ടറിൻ്റെ റീസൺ എന്താണ്, അല്ലെങ്കിൽ വാട്ടർ ഹാർഡാവാനുള്ള റീസൺ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കാൽഷ്യം ആൻഡ് മാഗ്നീഷ്യം സോൾട്ട് ഇൻ ദ ഫോം ക്ലോറൈഡ്സ്, സൾഫേറ്റ്സ് ആൻഡ് ബൈകാർബണേറ്റ്സ്. അപ്പോൾ ഹൈഡ്രജൻ കാർബണേറ്റ്, ക്ലോറൈഡ്, സൾഫേറ്റ് എന്നിവയുടെ ഫോമിലുള്ള കാൽഷ്യത്തിൻ്റെയും മാഗ്നീഷ്യത്തിൻ്റെയും സോൾട്ടിൻ്റെ പ്രസൻസാണ് വാട്ടറിനെ എന്താക്കി മാറ്റുന്നത്, ഹാർഡാക്കിയിട്ട് മാറ്റുന്നത്. കാൽഷ്യത്തിൻ്റെയും മാഗ്നീഷ്യത്തിൻ്റെയും സോലുബിൾ ആയിട്ടുള്ള ആ സോൾട്ടിൽ നിന്നും ഫ്രീ ആയിട്ടുള്ള വാട്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഫ്റ്റ് വാട്ടർ എന്ന് പറയുന്നത്. അത് കാൽഷ്യത്തിൻ്റെയും മാഗ്നീഷ്യത്തിൻ്റെയും ആ സോലുബിൾ ആയിട്ടുള്ള ലയിച്ച് ചേരുന്ന അത്തരം ലവണങ്ങളിൽ നിന്നും മുക്തമായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള വാട്ടറിനെ നമ്മൾ സോഫ്റ്റ് വാട്ടർ എന്ന് പറയുന്നു. അപ്പോൾ ഹാർഡ് വാട്ടർ എന്താണ്, സോഫ്റ്റ് വാട്ടർ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ എഴുതണേ. അത് ഹാർഡ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ വിച്ച് ഡസ് നോട്ട് ഈസിലി ഫോം ലാദർ വിത്ത് സോപ്പ് ഈസ് കോൾഡ് ഹാർഡ് വാട്ടർ എന്ന് എഴുതാം. ഹാർഡ് വാട്ടറിനുള്ള അത് വാട്ടർ ഹാർഡാവാനുള്ള റീസൺ അതവിടെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ വാട്ടർ ഹാർഡാവാനുള്ള റീസൺ ഹൈഡ്രജൻ കാർബണേറ്റ്, ക്ലോറൈഡ്, സൾഫേറ്റ് എന്നീ ഫോമിലുള്ള കാൽഷ്യത്തിൻ്റെയും മാഗ്നീഷ്യത്തിൻ്റെയും ആ സോൾട്ടിൻ്റെ പ്രസൻസാണ് വാട്ടറിനെ ഹാർഡാക്കി മാറ്റുന്നത്. അപ്പോൾ ഈ പ്രസൻസ് ഇല്ലാത്ത വാട്ടർ എന്തായിരിക്കും, സോഫ്റ്റ് വാട്ടർ ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ പഠിച്ചു വയ്ക്കേണ്ട മറ്റൊരു കാര്യമാണ് ഹാർഡ് വാട്ടർ ലോണ്ടറിങ്ങിന് അൺസോളുബിൾ ആണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്. അതായത് തുണി അലക്കുന്നതിന്, തുണികൾ കഴുകുന്നതിന് അത് നല്ലതല്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്. അത് ഹാർഡ് വാട്ടർ ഇവിടെ സോപ്പുമായിട്ട് ചേർന്നിട്ട് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നു. അതായത് സോഡിയം സ്റ്റീറേറ്റ് അടങ്ങിയിട്ടുള്ള സോപ്പിലുള്ള സോഡിയം സ്റ്റീറേറ്റ് ആണ്. അപ്പോൾ ആ സോഡിയം സ്റ്റീറേറ്റ് അടങ്ങിയിട്ടുള്ള സോപ്പ് ഹാർഡ് വാട്ടറുമായിട്ട് പ്രവർത്തിച്ചിട്ട് കാൽഷ്യം, മാഗ്നീഷ്യം സ്റ്റീറേറ്റ്സിൻ്റെ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്, അത് തുണികൾക്ക് എന്ത് സംഭവിക്കുന്നു, നാശം വരുത്തുന്നു, ഡാമേജ് വരുത്തുന്നു. അതുകൊണ്ടാണ് ലോണ്ടറിങ്ങിന് ഹാർഡ് വാട്ടർ അൺസ്യൂട്ടബിൾ ആണെന്ന് പറയാനുള്ള കാരണം. അപ്പോൾ അതും കൂടെ പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഹാർഡ്നെസ് ഓഫ് വാട്ടർ 2 ടൈപ്സ് ആണുള്ളത്, ടെമ്പററി ഹാർഡ്നെസ് ആൻഡ് പെർമനൻറ്റ് ഹാർഡ്നെസ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പഠിക്കേണ്ട കേട്ടോ, ഫോക്കസ് ഏരിയയിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമുക്ക് പഠിക്കാനുള്ള നെക്സ്റ്റ് ടോപ്പിക്ക് സ്റ്റോറേജ് ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് എപ്പോഴും സ്റ്റോർ ചെയ്യുന്നത് ഡാർക്ക് ആയിട്ടുള്ള ഡാർക്ക് പ്ലാസ്റ്റിക് വെസലിലോ അല്ലെങ്കിൽ വാക്സ് ലൈൻഡ് ഗ്ലാസ്സിലോ ആണ്. കാരണം അതായത് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് പെട്ടെന്ന് തന്നെ ഡീകമ്പോസിഷൻ നടക്കും. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡിന് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ എന്ത് സംഭവിക്കുന്നു, പെട്ടെന്ന് തന്നെ ഡീകമ്പോസിഷൻ നടക്കുന്നു. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന, അതായത് നമ്മളിപ്പോൾ ഗ്ലാസ് വെസലിലൊക്കെയാണ് നമ്മളത് സൂക്ഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഗ്ലാസ് കണ്ടെയ്നേഴ്സിൽ ഉണ്ടാവുന്ന ആ ആൽക്കലിയുടെ ചെറിയൊരു അംശം പോലും, അവിടെ ഉണ്ടാവുന്ന ആ ഗ്ലാസ് വെസലിലത്തെ ആൽക്കലിയുടെ ചെറിയൊരു അംശം പോലും നമ്മൾ നേരത്തെ പറഞ്ഞത് സൺലൈറ്റ് കടന്നു വരികയും അപ്പോൾ ആ സൺലൈറ്റുമായിട്ട് റിയാക്ഷൻ നടക്കാൻ അവിടെ കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ആൽക്കലിയുടെ ചെറിയൊരു അംശം പോലും അവിടെ എന്ത് ചെയ്യുന്നു, വളരെ വേഗത്തിൽ തന്നെ ആ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യിക്കുന്നു. അവിടെ ആ പ്രവർത്തനത്തെ ഉൽപ്രേരകം ചെയ്യിക്കുന്നു, അതായത് ആ പ്രവർത്തനത്തെ കൂടെ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, അപ്പോൾ സൺലൈറ്റിൻ്റെ പ്രസൻസ് അവിടെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാർക്ക് ആയിട്ടുള്ള പ്ലാസ്റ്റിക് വെസലിലോ അല്ലെങ്കിൽ വാക്സ് ലൈൻഡ് ഗ്ലാസ്സിലോ ഒക്കെ എന്ത് സൂക്ഷിക്കുന്നത്, ഹൈഡ്രജൻ പെറോക്സൈഡ് സൂക്ഷിക്കുന്നത്. ഈ ഒരു ടോപ്പിക്കോട് കൂടി ഹൈഡ്രജൻ എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് അടുത്തായിട്ട് റിഡോക്സ് റിയാക്ഷൻ എന്ന ചാപ്റ്റർ പഠിക്കാം. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എങ്കിൽ വീഡിയോ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ റിഡോക്സ് റിയാക്ഷൻ എന്ന ചാപ്റ്ററുമായി വീണ്ടും വരാം. താങ്ക്